ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ആദി ആകാശും രചനയും ആദിയെ എങ്ങനെ കൂടെ കൂട്ടാമെന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ രചന പറയുന്നുണ്ട് അവൻ ആഗ്രഹിക്കുന്നത് അതല്ല, ഒന്നെങ്കിൽ ആകാശ് എന്നെ കല്യാണം കഴിക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നത്. അപ്പം ആകാശ് പറയുന്നത് അത് നടക്കാത്ത കാര്യമാണ് എന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ ആദ്യം സ്കൂളിലേക്ക് പോകുന്നു. അതേപോലെ വീട്ടിലാണെങ്കിൽ മഹേഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആദ്യം എന്നെ കാണാൻ വേണ്ടി അങ്ങനെ ചിപ്പിയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം ഇഷിത പറയുന്നുണ്ട് ഇന്ന് എന്തായാലും ആദ്യം ഡാഡി എന്ന് വിളിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ആദിനെ അവിടെ കാണുകയാണ്. ആദി പെട്ടെന്ന് നമ്മുടെ ആകാശ് മഹേഷിനെ കുത്തുന്ന സ്വപ്നം കണ്ടതൊക്കെ ഒന്നും കൂടെ ആലോചിക്കുകയാണ്. ഇങ്ങനെ കുത്തി മലർത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് ആദിക്ക് മഹേഷിനോട് സ്നേഹം തോന്നുക. അങ്ങനെ മഹേഷിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഡാഡി എന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് ചിപ്പിമോളും മഹേഷും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇത് ചെയ്യുകയാണ്. അപ്പോൾ ചിപ്പിയോട് പറയും മോള് സ്കൂളിൽ പൊക്കോ എന്ന് പറയും. അങ്ങനെ ആദീനെ അടുത്ത് ചേർത്ത് പിടിക്കുകയാണ്. മോനെ എന്നും വിളിച്ച്. അപ്പോൾ പറയുന്നു ഞാൻ എത്ര നാളായി കൊതിക്കുന്നു ഇങ്ങനെ ഡാഡി എന്ന വിളി കേൾക്കാൻ എന്ന് പറയുന്നു. അപ്പോൾ ആദി പറയുന്നു എനിക്ക് ഡാഡിയോട് ഇപ്പം ഒരു വിരോധവും ഇല്ല, ഒന്നുമില്ല എന്ന് പറയും, ദേഷ്യമൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു മോനെ നീ ഞങ്ങളുടെ അടുത്തേക്ക് വാ, നിൻ്റെ അവിടുത്തെ ജീവിതം സുഖകരമല്ലെന്ന് ഡാഡിക്ക് അറിയാമെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു മമ്മിയെ വിട്ട് ഞാൻ ഒരിക്കലും വരില്ല ഡാഡി, മമ്മിക്ക് ആരുമില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ 4 പേരുമുള്ള ജീവിതമാണെന്ന് പറയും. ഞാനും ഡാഡിയും മമ്മിയും ആണെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് മഹേഷിന് അത് കേട്ട് ഞെട്ടി ഇങ്ങനെ ഇതാവുകയാണ്. അവനോട് ഒരു മറുപടിയും പറയാത്ത രീതിയിലേക്ക്. അങ്ങനെ മഹേഷ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇഷിത പറയും, ഇഷിതയോട് കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെ ഡാഡി എന്ന് വിളിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഈ അവർ ഒന്നിക്കുന്ന കാര്യം ഒന്നും നമ്മുടെ ഇഷിതയുടെ അടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇഷിതയ്ക്ക് സന്തോഷമാകുന്നു. കാരണം അപ്പോൾ ഇഷിത പറയുന്നു അവൻ എന്തായാലും ഡാഡിയുടെ അടുത്ത് തന്നെ വരും, അതിന് കുറച്ച് സമയം കൂടെ കാത്തിരിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മഹേഷ് പറയും അങ്ങനെയല്ല ഇഷിത, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് അതിന് ഓപ്പോസിറ്റാണ് അവൻ ചിന്തിക്കുന്നതെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. പക്ഷേ ഇഷിതയ്ക്ക് അത് മനസ്സിലാകുന്നില്ല എന്താന്നുള്ളത്. അപ്പോൾ ഇതേ സമയത്ത് ആകാശ് എന്തോ ഇതിന് പോവുകയാണ്. അപ്പോൾ ആകാശ് എന്തോ ഇങ്ങനെ ഫോൺ വിളിക്കും, മഹേഷിനെ ഫോൺ വിളിക്കുന്ന എന്തോ. മഹേഷ് പറയുന്നുണ്ട് അവൻ എന്നെ ഡാഡി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് തന്നെ വരിക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം പറയുന്നു. ഇത് കേട്ട് രജനിക്കും വിഷമമാകുന്നുണ്ട്. അപ്പം രചനയ്ക്കും അറിയാമല്ലോ ആദിയുടെ മനസ്സിലിരിപ്പ് എന്താണ്. അപ്പം നമ്മുടെ ആകാശ് മേനൻ എന്തോ ആദിയോട് പറയുന്നു. അപ്പോൾ ആദി ഉടനെ പറയുന്നു നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾ കൂടുതൽ ഇത് കളിച്ചാൽ ഞാനും മമ്മി എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകുമെന്ന് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ ആകാശ് മേനോനും ഞെട്ടിത്തരിക്കുകയാണ്. ആദിയുടെ സ്വഭാവം ഇത്രമേൽ മാറിയോ എന്ന് ആലോചിച്ചു. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.